ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ആളുകൾക്ക് ബമ്പർ ലോട്ടറി അടിക്കാന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്റെ ഈ വീഴ്ച എനിക്കൊരു ബമ്പർ ലോട്ടറി തന്നെയാ. എന്തായാലും പണി ചെയ്തവന്മാര് നല്ല വൃത്തിയായിട്ട് പണി ചെയ്തു. അനുപേണ്ണെ രക്ഷിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ള മട്ടില അമ്മ സംസാരിച്ചത്. എനിക്ക് തിരിച്ചു പറയാനുള്ള അവസരം പോലും തന്നില്ല. ആവണിമോള് സ്വപ്നം കണ്ട് കരഞ്ഞു എന്നല്ലേ പറഞ്ഞത്? സച്ചേട്ടാ, ആരെ വിളിച്ചാ ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ പറ്റും? ACP കാർത്തികിനെ വിളിച്ചു. കമ്മീഷണർക്ക് പരാതിയും കൊടുത്തു. കാര്യങ്ങളിപ്പോ നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാ നെല്ലിശ്ശേരിയും വൃന്ദാവനവും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവും. നമ്മൾ ചേർത്ത് പിടിച്ച ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായി പോവും. അവർക്കൊരാപത്ത് വരുമ്പോ രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എടോ, താനിങ്ങനെ വിഷമിക്കല്ലേ. താനൊന്ന് സമാധാനപ്പെട്, എല്ലാം ശരിയാവും. അനുപേട്ടനെ രക്ഷിക്കാനാ നമ്മൾ ശ്രമിക്കുന്നത്. അമ്മ തന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല ഇതൊന്നും. അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. അമ്മയുടെ മകനെ ലോക്കപ്പിൽ കിടക്കുന്നേ. അത് അമ്മയ്ക്കുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. അച്ഛനെ കാണാതെ ആവണിമോള് കരഞ്ഞ പിന്നെ അവരെന്ത് ചെയ്യും? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യം താൻ മറക്കരുത്, തന്റെ വയറ്റിൽ നമ്മുടെ ജീവനുണ്ട്. ഈ ലോകത്ത് മറ്റൊന്നും എന്നെ തളർത്തില്ല. പക്ഷേ തന്റെ കണ്ണീരിന് മുന്നിൽ ഞാൻ തോറ്റുപോകും. താൻ വിഷമിക്കരുത്, തന്റെ കൂടെ ഞാനുണ്ട്. അനുപേട്ടനെ നമ്മൾ ജാമ്യത്തിലിറക്കിയിരിക്കും. അഡ്വക്കേറ്റ് റാണിചന്ദ്ര വിളിക്കുന്നു. ചിലപ്പോ അയാള് കോംപ്രമൈസിന് സമ്മതിച്ചു കാണും. അല്ല സച്ചേട്ടാ, സംസാരിക്കാം. ഹലോ വക്കീലെ, നിങ്ങൾ എന്ത് ചതിയാ കാണിച്ചത്? നിങ്ങൾക്ക് വേണ്ടി മധുവിനോട് കോംപ്രമൈസ് ചെയ്യാൻ പോയ എന്റെ ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. ഇത്രയും നാള് ഞാൻ പറയുന്നത് അയാൾ കേട്ടു. ഇന്ന് അയാളുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവനും ഞാൻ കേട്ടു. അതും നിങ്ങൾ കാരണം. മധുവിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്റെ അടുത്ത് കോംപ്രമൈസിന് വേണ്ടി വന്നത്? കേസ് കൊടുത്തിട്ടാണോ കോംപ്രമൈസിന് വരുന്നത്? നിങ്ങൾ ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് അറിയോ? സ്വന്തം മോളെ പോലെ കൊണ്ടു നടന്ന സഹോദരിയോ നിങ്ങളുടെ അളിയൻ വണ്ടി ഇടിച്ചു കൊന്നത്. ജംഗൽ മധു നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഒരു കാര്യം തീരുമാനിച്ച മുന്നും പിന്നും നോക്കാതെ അയാൾ നടത്തിയിരിക്കും. ഇനി അയാളുടെ ജീവൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഹലോ, എന്താ സച്ചേട്ടാ? രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ, ഇതുവരെ നന്ദേട്ടനൊന്നും സംസാരിച്ചിട്ടില്ല. അതിന് കുറച്ച് സമയമെടുക്കും. 6 മാസം നല്ല വിശ്രമം വേണം. വീട് വിട്ട് പുറത്തേക്ക് പോവാനേ പാടില്ല. അധികം വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ പാടില്ല. ചിലപ്പോ ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവും. ഇപ്പോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ഡോക്ടർ? പ്രോബ്ലം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പ്ലാസ്മ മാറ്റി കൊടുക്കേണ്ടി വരും. അതിനുള്ള ആളെ കണ്ടുപിടിച്ചോണം. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാ. ഭർത്താവിനെ എത്രയും നന്നായി പരിചരിക്കുന്നോ അത്രയും വേഗം ഇദ്ദേഹം സാധാരണ നിലയിലേക്ക് വരും. മരുന്ന് മാത്രം പോരാ, നല്ല കെയറിംഗ് ആണ് വേണ്ടത്. അതെല്ലാം ഞാൻ ഏറ്റു ഡോക്ടർ. എന്റെ നന്ദേട്ടന് വേണ്ടി
എത്ര കഷ്ടപ്പെടാൻ എനിക്ക് ഒരു മടിയില്ല. എന്റെ നന്ദേട്ടനെ തിരിച്ചു കിട്ടാൻ ഞാൻ ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നറിയോ? നന്ദേട്ടന്റെ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ തന്നെ നോക്കും. വെരി ഗുഡ്. നിങ്ങളെപ്പോലൊരു വൈഫ് ഉണ്ടെങ്കിൽ നന്ദൻ പെട്ടെന്ന് തന്നെ ലൈഫിലേക്ക് മടങ്ങി വരും. ഉം. നാളെ ഒരു സ്കാനിംഗ് കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കാം. ശരി ഡോക്ടർ. ശരി. മോളെ, നിന്നോട് എന്തു പറയണമെന്ന് അച്ഛൻ അറിയില്ല. എന്റെ മോന്റെ ജീവിതം ഇനി നിന്റെ കയ്യിലാ. അച്ഛൻ എന്നോടൊന്നും പറയണ്ട. ഭർത്താവിന് ഒരു അപകടം വരുമ്പോ കൂടെ ഇരിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഭാര്യയുടെ കടമയാ. സത്യത്തിൽ നന്ദേട്ടനെ സ്നേഹിക്കാനുള്ള ഒരു അവസരം ഇതുവരെ നന്ദേട്ടൻ എനിക്ക് തന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും എനിക്കിതിനുള്ളൊരു അവസരം കിട്ടിയല്ലോ. എന്റെ നന്ദേട്ടനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്റെ ലോകം ഇനി നന്ദേട്ടൻ മാത്രം. അത് കേട്ടാ മതി മോളെ. ഞങ്ങൾ പുറത്തിരിക്കാം. സന്ദീപേ, വാ. ഇവിടെ പറഞ്ഞത് വല്ലതും താൻ കേട്ടോ? എന്തെങ്കിലും തനിക്ക് മനസ്സിലായോ? ഈ ആളുകൾക്ക് ബമ്പർ ലോട്ടറി അടിക്കാന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്റെ ഈ വീഴ്ച എനിക്കൊരു ബമ്പർ ലോട്ടറി തന്നെയാ. എന്തായാലും പണി ചെയ്തവന്മാര് നല്ല വൃത്തിയായിട്ട് പണി ചെയ്തു. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഡോക്ടർ പറഞ്ഞത് കേട്ടായിരുന്നോ? നാളത്തെ സ്കാനിങ് കഴിഞ്ഞാ വീട്ടിലോട്ട് കെട്ടിയെടുക്കുന്ന കാര്യം പറയാന്ന്. തനിക്ക് ചിലപ്പോ പ്ലാസ്മ മാറ്റിത്തരേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞത്. ബ്ലഡ് ഞാൻ തന്നു. ഇനി പ്ലാസ്മ അതും ചിലപ്പോ ഞാൻ തരും.